താരസംഘടനയായ അമ്മയിലെ തർക്കം കനക്കുകയാണ്. അധിക്ഷേപിച്ചെന്ന അൻസബിയുടെ ആരോപണം ഇപ്പോൾ നടി നീനാക്കുറുപ്പും ശരിവെച്ച് രംഗത്ത് വന്നു. ടിനി ടോം തന്നെയും കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചെന്നും കേട്ടാലറയ്ക്കുന്ന തെറികൾ വിളിച്ചെന്നും സംഘടനയ്ക്ക് നൽകിയ നീനാക്കുറുപ്പിന്റെ പരാതിയിൽ പറയുന്നു. ബിപിൻ സി വിജയൻ കൊച്ചിയിൽ നിന്ന് ചേരുന്നു. ബിപിൻ, യഥാർത്ഥത്തിൽ ഈ നേതൃത്വം തന്നെ മാറണമെന്ന ആവശ്യവുമായി ഇപ്പോൾ മാലാ പാർവതിയും രംഗത്ത് വന്നിരിക്കുന്നു. എന്താണ് അമ്മയുടെ സംഘടനയിൽ അടിമുടി പ്രശ്നങ്ങളാണോ? SKN അമ്മ സംഘടനയെ തന്നെ പിടിച്ചുലയ്ക്കുന്ന രീതിയിലായിരുന്നു ഇന്നലെ അൻസിബയുടെ പ്രതികരണം ഉണ്ടായത്. അൻസിബയുടെ വെളിപ്പെടുത്തൽ ടിനി ടോമിനെതിരെ ആയിരുന്നു. അതായത് ടിനി ടോമിന്റെ കാരണങ്ങൾ കൊണ്ടാണ് താൻ ഇതിൽ നിന്നും രാജിവെക്കുന്നത് എന്നുള്ളതാണ്. അമ്മയിൽ നിന്ന് രാജിവെച്ച് പുറത്തു പോകാൻ കാരണം ടിനി ടോം ആണെന്നും തന്നെ മതതീവ്രവാദിയാക്കുന്നു എന്നും തനിക്കെതിരെ അവിഹിത കഥകൾ പറയുന്നു എന്നുള്ളതുമായിരുന്നു പ്രധാനമായിട്ടുള്ള ആരോപണം. എന്നാൽ ഇതെല്ലാം തന്നെ ടിനി ടോം നിഷേധിക്കുകയും ചെയ്തു. ഒപ്പം ഇതിന്റെ പിന്നിൽ ആസൂത്രിതമായിട്ടുള്ള ഒരു ഗൂഢാലോചന ഉണ്ട് എന്നുള്ള നിലയ്ക്കായിരുന്നു അമ്മയുടെ പ്രസിഡന്റായിട്ടുള്ള ശ്വേതാ മേനോൻ ഇന്നലെ പ്രതികരിക്കുകയും ചെയ്തത്. പക്ഷേ അവിടെയും കാര്യങ്ങൾ നിൽക്കുന്നില്ല. കാരണം ഈ അൻസിബയോട് ഇക്കാര്യങ്ങൾ, അതായത് ടിനി ടോം ഇത്തരത്തിൽ മതപരമായിട്ട് സംസാരിച്ചു അല്ലെങ്കിൽ മതതീവ്രവാദിയാക്കാൻ ശ്രമിച്ചു എന്നുള്ളതൊക്കെ പറയുന്നത് നീനാക്കുറുപ്പാണ് എന്നുള്ളതായിരുന്നു ഇന്നലെ അൻസിബ അതിൽ പറഞ്ഞത്. നീനാക്കുറുപ്പിന്റെ പരാതി കൂടി പുറത്തു വരുന്നു. അങ്ങനെ ആ പരാതി ഇപ്പോൾ പുറത്തു വരുമ്പോൾ അതിൽ അൻസിബ പറഞ്ഞതിനെ തീർത്തും ശരിവയ്ക്കുന്ന രീതിയിലാണ് ആ പരാതി ഉള്ളത്. അത് അമ്മയ്ക്ക് നൽകിയ പരാതി എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. അതിൽ പറയുന്നത് കേട്ടാൽ അറയ്ക്കുന്ന തെറികൾ ടിനി ടോം തന്നെ വിളിച്ചു. ഒപ്പം തന്നെ തല്ലാനായി തൻ്റെ അടുത്തേക്ക്, അതായത് മർദ്ദിക്കുന്നതിന് വേണ്ടി തൻ്റെ അടുത്തേക്ക് വന്നു. അവിടെ ഉണ്ടായിരുന്ന ആളുകൾ പിടിച്ചു മാറ്റിയത് കൊണ്ട് മാത്രമാണ് അത്തരത്തിൽ ഒരു തല്ലിൽ നിന്ന് രക്ഷപ്പെട്ടത്. ഒപ്പം തന്നെ ഈ അൻസിബയെക്കുറിച്ച് വളരെ മോശമായി തന്നെ ടിനി ടോം സംസാരിച്ചു. മതതീവ്രവാദിയാക്കാനുള്ള ഒരു ശ്രമം എന്നുള്ളതിന് താൻ സാക്ഷിയാണ്. അതുകൊണ്ട് തന്നെ അമ്മ എക്സിക്യൂട്ടീവിൽ നിന്ന് ടിനി ടോമിനെ പുറത്താക്കണം എന്നുള്ള ഒരു ഘട്ടത്തിൽ ആവശ്യമുയരുന്നു. മറ്റൊന്നുള്ളത് ഈ അമ്മയുടെ ഇപ്പോഴത്തെ നേതൃത്വം തന്നെ മാറണം എന്നുള്ളതാണ്. കഴിഞ്ഞ ഒന്നര ആഴ്ച മുൻപാണ് ഒരു റബ്ബർ സ്റ്റാമ്പ് പോലെയാണ് അമ്മ പ്രസിഡന്റ് ശ്വേതാ മേനോൻ പ്രവർത്തിക്കുന്നത് എന്നത് ഉൾപ്പെടെയുള്ള ഗുരുതര ആരോപണം ശ്വേതയ്ക്കെതിരെയും ഒപ്പം തന്നെ കുക്കു പരമേശ്വരനെതിരെയും ടിനി ടോമിന്റെ ഭാഗത്തുനിന്ന് വന്നത്. മുതിർന്ന താരങ്ങളാകട്ടെ ഇപ്പോഴത്തെ ഈ ഓരോ പ്രശ്നങ്ങൾ, വിവാദങ്ങൾ അത് സംഘടനയ്ക്ക് തന്നെ വലിയ നാണക്കേടായി എന്നുള്ള ഒരു വിലയിരുത്തലാണ് നിൽക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇനിയിപ്പോൾ അൻസിബയെ കേൾക്കുക എന്നുള്ളതാണ് അമ്മയ്ക്ക് മുൻപിലുള്ളത്. ഇന്നലെ 2 മണിക്ക് ശേഷം മാത്രമാണ് ഈ പരാതി അമ്മയ്ക്ക് മുൻപിൽ എത്തിയത് എന്നുള്ളതായിരുന്നു ശ്വേതാ മേനോൻ പറഞ്ഞത്. അപ്പോൾ ഇനിയിപ്പോൾ അൻസിബയെ വിളിച്ചു വരുത്തുകയോ അല്ലെങ്കിൽ ഇതെന്താണ് ഇതിന്റെ പരാതിയുടെ ഒരു കഴമ്പ് എന്നുള്ളതിനെ സംബന്ധിച്ച് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയും എന്നുള്ളത് മനസ്സിലാക്കുന്നത്. പക്ഷേ ഇതിനു മുൻപ് താൻ നൽകിയ പല പരാതികളിലും ഒരു തരത്തിലുള്ള നടപടിയും ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ അമ്മയിൽ എത്രത്തോളം ഈ പരാതി പറയുമെന്നുള്ള കാര്യത്തിൽ അൻസിബ ഇപ്പോൾ ഒരു തീരുമാനം എടുത്തിട്ടില്ല എന്നുള്ളത് കൂടി മനസ്സിലാക്കുന്നു. മലാ പാർവതിയെ പോലുള്ളവർ ഇപ്പോൾ തന്നെ ഈ ഒരു നേതൃത്വത്തിനെതിരെ, ഇപ്പോഴത്തെ ഈ പ്രതിസന്ധി പ്രശ്നങ്ങൾക്കെതിരെ രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു കൂടിയാലോചന സ്വാഭാവികമായിട്ടും വേണം. ഒരു പക്ഷേ മുതിർന്ന താരങ്ങളൊക്കെ ഇതിൽ ഇടപെട്ടുകയും ഇപ്പോഴത്തെ ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടൽ ഉണ്ടാകും എന്നുള്ളതുമാണ് ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ടിനി ടോമിനെതിരെയാണ് ഗുരുതരമായിട്ടുള്ള ആരോപണം വന്നിരിക്കുന്നത്. പക്ഷേ മറ്റ് പോലീസിൽ പരാതി നൽകുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഇപ്പോൾ നീങ്ങുന്നില്ല എന്നുള്ളത് കൂടി അൻസിബ പറഞ്ഞു വെക്കുകയാണ്. ഈ അവിടുത്തെ ഉള്ള താരങ്ങളുമായി നമ്മൾ സംസാരിക്കുമ്പോൾ പലപ്പോഴും അതൊരു ചേരിപ്പോരിലേക്ക് പോകുന്നു എന്നുള്ളത് കൂടി ആണ് മനസ്സിലാക്കുന്നത്. അതിൽ പ്രത്യേകിച്ച് അമ്മ പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് ശ്വേതാ മേനോന് ഇടപെടൽ നടത്താൻ കഴിയുന്നില്ല എന്നുള്ള ഒരു വിമർശനം കൂടി ഉള്ളിൽ നിന്ന് ഇപ്പോൾ വരുന്നുണ്ട്. SK ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.